എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പപ്പായയുടെ ഒരു സാലഡാണ്. ഒരു ഹെൽത്തി പപ്പായ എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ്. പച്ചയായിട്ട് കഴിച്ചാലും പഴുത്തതായിട്ട് കഴിച്ചാലും അത് വളരെ ഹെൽത്തിയാണ്. അത് വെച്ചൊരു സിമ്പിളായിട്ടൊരു സാലഡാണ്. അപ്പം റോ പപ്പായ തായ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തായ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തായ് ക്യുസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യൻ ഫ്ലേവറായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്യുസൈനാണ്. അപ്പം നമുക്കതറിയാം, ഇന്ത്യൻ മസാല സ്പൈസസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തായ് ആണെന്നാണ് എൻ്റെ ഒരു കരുതൽ. എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ അത് വെച്ചൊരു സാലഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. റെഡി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇടാൻ പറ്റുന്നത്? ഇതാണ് പപ്പായയാണ്, പഴുത്തുമല്ല പച്ചയല്ല, പിന്നെ ഉപ്പ്, പിന്നെ നാരങ്ങ, പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മുടെ കണ്ടല്ലോ ഒരു മസാല പേസ്റ്റ് പോലും ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് തായ് പേസ്റ്റാണ്, മല്ലിയില, ഒലിവ് ഓയിൽ, ഇത് വന്നിട്ട് സവോള. അപ്പോൾ ഇതാദ്യം നമ്മൾ അരിഞ്ഞിട്ട് ഇതൊന്ന് വെള്ളത്തിയിടും. ഈ കറയൊക്കെ പോകാൻ വേണ്ടി വെള്ളത്തിയിടും. അതുപോലെയാണ് ഇതിനും കറയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ വെള്ളത്തിയിടും. വെള്ളം സ്ക്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് ഒരു സിമ്പിളായിട്ട് സാലഡ്. ഓക്കെ. ഈ സാധനത്തിൽ ഇതിൽ പേസ്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അറിയാൻ പറ്റും. എരിവുണ്ടാവും, ഉപ്പുണ്ടാവും, പുളിയുണ്ടാവും. സാധാ മീൻ മസാല ഇടുന്ന പോലെയാണ്. ഉപ്പൊക്കെ ഉണ്ടാവും, നല്ല ഫ്ലേവറൊക്കെ. ജിഞ്ചറിൻ്റെ ഫ്ലേവറുണ്ട്, അവരുടെ ഹെർബ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ക്യുസൈനുമായിട്ട് നല്ലോണം മാച്ച് ആവുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് ഇടുന്നത് വളരെ കുറച്ച് ഉപ്പാണ്. ആൾറെഡി ഈ പേസ്റ്റിനകത്ത് ഉപ്പുള്ള കാരണം ഇങ്ങനെ ഉപ്പിടുക. പിന്നെ വന്നിട്ട് ഒലിവ് ഓയിൽ ഹെൽത്തിയാണ്. ഒലിവ് ഓയിൽ ഇടുക. പിന്നെ വന്നിട്ട് ഈ തായ് പേസ്റ്റ് നമ്മൾ ഇത്രയ്ക്കിടുക. എന്നിട്ട് നമ്മൾ നാരങ്ങ സ്ക്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഈ കുറച്ച് മല്ലിയില കൂടെ ഇടാം. കുറച്ച് മല്ലിയില നോർമൽ എടുക്കുകയാണ് നമ്മൾ. എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ സ്ലോലി മിക്സ് ചെയ്യാം. ഇതുണ്ട്, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ മണം, നല്ല മണം വരുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് വരുന്നത്. തായുടെ അതാണ് സ്പെഷ്യലാണ്. തായിയുടെ ക്യുസൈൻ തന്നെ നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യാൻ ഭയങ്കര ഹൈലി ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ പോലെയല്ല, അവർ നല്ലോണം ഈ ഹെർബ്സ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അത് ഉണ്ടല്ലോ, ഇതുപോലെ ഈ സംഭവമാണ്. ഇതുണ്ട്, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ മണം, നല്ല മണം വരുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് വരുന്നത്. തായുടെ അതാണ് സ്പെഷ്യലാണ്. തായുടെ ക്യുസൈൻ തന്നെ നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യാൻ ഭയങ്കര ഹൈലി ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ പോലെയല്ല, അവർ നല്ലോണം ഈ ഹെർബ്സ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അത് ഉണ്ടല്ലോ, ഇതുപോലെ ഈ സംഭവമാണ്. റെഡിയായി കഴിഞ്ഞു. ഓക്കെ. അതാണ് എൻ്റെ നിലവാരം. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതായിരിക്കും, സൂപ്പറായിരിക്കും, കിടിലമായിരിക്കും. അതൊന്നുമില്ല, അടിപൊളിയായിരിക്കും. കണ്ടല്ലോ, നമ്മൾ ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.